യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇതിനകത്ത് എല്ലാവരും സഹോദരിമാരായിരിക്കും. ഞാനിത് ആദ്യമേ കയറി ഇങ്ങനെ നോക്കി ആരൊക്കെ ഇതിനകത്തുണ്ടോ. ഇതിപ്പോ എല്ലാവരും സഹോദരിമാർ. ഒരു സഹോദരനായ ഞാനും ബാക്കിയുള്ള സഹോദരിമാർ. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരുടെ ഒരു പ്രത്യേകത, അവര് യേശുവിന്റെ കല്ലറയ്ക്കൽ പൗരന്മാർ അവിടെ കിടന്നുറങ്ങുമ്പോൾ സഹോദരിമാര് ചെല്ലുക രാവിലെ സുഗന്ധവർമ്മമൊക്കെ ആയിട്ട്. നമുക്ക് ആ വേദഭാവം ഒന്ന് വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗം ഒന്ന് ഒരാൾക്ക് ശബ്ദവ്യക്തി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം എടുത്തു, അതിനകത്തും പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 1 മുതൽ വേദഭാഗം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമോ? ലൂക്കോസ് 24 1 മുതൽ. ഫ്രണ്ട്സ് കേട്ടോ? ഞാൻ കേട്ടില്ല, ഫാസ്റ്റ് ഒന്നുകൂടെ പറയോ? ലൂക്കോസ് 24 1 മുതൽ. ഒന്ന് ആ, ആരും വായിക്കുന്നില്ല. ഇരിക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അതികാലത്തെ കല്ലറക്കിലെത്തി. അടുത്ത വാക്യം. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവ് യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ട് മുഖം കുരിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മനുഷ്യരുടെ അന്വേഷിക്കുന്നെന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്കോർത്ത് കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരെയും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ. അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവര് വിശ്വസിച്ചില്ല. ഈ വേദഭാഗം പെട്ടെന്ന് നിങ്ങളെല്ലാരെയും കൂടെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഭർത്താവ് എന്നോട് പറയുകയാണ് ഈ വാക്യം പറ. ഞങ്ങൾ ഈ സഹോദരന്മാര് പെട്ടെന്ന് കയറി വിശ്വസിക്കത്തില്ല. അവരിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇവര് പറയുന്നത് ശരിയാവണോ ഉള്ളതാണ്. പക്ഷെ സഹോദരിമാരുടെ ഒരു വലിയ ഗുഡ് ക്വാളിറ്റി ആണ്, അവർ പെട്ടെന്ന് കയറി വിശ്വസിക്കും. ഇവരവിടെ ചെന്ന് പറഞ്ഞു എന്തുവാ, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഞങ്ങൾ ദുഷ്ടന്മാരുടെ പ്രത്യക്ഷത കണ്ടെന്ന് പറയുമ്പം അവർക്ക് വിശ്വാസം വരാത്തതിന്റെ കാരണം അവർ ലോജിക്കലായിട്ട് ചിന്തിക്കുക. നമ്മള് പോയി പകലും കൊണ്ടുള്ള കൂട്ടുകൊണ്ടോ യഹൂദന്മാരുടെ ശവം അടക്കുന്ന മര്യാദ പ്രകാരം നമ്മളല്ലേ പോയി അടക്കി അരിമത്തേല് ജോസഫിന്റെ കല്ലറയിൽ നമ്മുടെ ഗുരുവിനെ കൊണ്ടുവച്ചു. എന്നിട്ട് സ്ത്രീകൾ വന്ന് പറയുന്നത് കേട്ട്
വിശ്വസിക്കുന്നു. അവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, അവർ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട്. ഇന്ന് രാവിലെ നമ്മളെപ്പോഴും ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇന്ന് രാവിലെ കർത്താവിന് എന്ത് കൊടുക്കും? പല രാജ്യങ്ങളിൽ ഇരിക്കുന്നവർ ഇതിനകത്തുണ്ട്, ഇന്ത്യയിൽ ഇരിക്കുന്നവരുണ്ട്. ഇന്ത്യയിൽ ഇരിക്കുമ്പം ശനിയാഴ്ച രാവിലെ വെളുപ്പിന് 3 മണിയായിരിക്കും. ഈ രാവിലെ സമയം നമ്മളെ കർത്താവിന് എന്തോ കൊടുക്കും? നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കർത്താവ് എനിക്ക് എന്തോ കിട്ടുമെന്ന്. ഇന്ന് കർത്താവ് ചോദിക്കുക, കർത്താവിന് നിങ്ങൾ എന്തോ കൊടുക്കും? അവർ ഒരുക്കുക. അപ്പൊ നമുക്കൊരു ഒരുക്കം ഉണ്ടാകണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്താലുള്ളൊരു ഒരുക്കം. അവിടെ ഇങ്ങനെ വായിക്കുന്ന, അവരവിടെ ചെന്ന് കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അപ്പൊ ഈ പോകുന്ന സഹോദരിമാർക്ക് ഡെഡ് ബോഡിയെ പൂശാനാ പോകുന്നത്. അപ്പൊ അവരുടെ ആഗ്രഹം എന്തുവാ? യേശു ഡെഡ് ബോഡിയായിട്ട് ഇരിക്കണമെന്ന്. കാരണം എന്നാലും ഇവർക്ക് ഈ ചെലവാക്കിയ സുഗന്ധവർഗം കൊടുക്കണ്ടേ. അപ്പൊ ഹോളി സ്പിരിറ്റ് അതിന്റെ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കുക. അവർ ഒരുക്കിയ സുഗന്ധവർഗം യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ പരിശുദ്ധാത്മാ സമ്മതിച്ചില്ല. അപ്പൊ ചിലർ ആഗ്രഹിക്കുന്ന, അതൊരു പ്രോഫറ്റിക്കൽ ദൂതി ഞാൻ പറയാം, ചിലർ ആഗ്രഹിക്കുന്ന നീ എല്ലാ ദിവസവും ആ കല്ലറയ്ക്കകത്ത് കിടക്കണം. പറയുമ്പോ ഭയങ്കര സ്നേഹമൊക്കെ ആ സഹോദരിമാരാണ് യേശുവിനെ കൂടെ നടന്നത്. പക്ഷെ ചിലർക്ക് ഇഷ്ടം നീ ആ കരിമത്തേരെ കല്ലറയില് നീ അവിടെ കിടന്നാ മതി, അവിടെ ഞങ്ങള് സുഗന്ധവർഗമൊക്കെ ആയിട്ട് വരാം. ഹോളി സ്പിരിറ്റിന്റെ ആഗ്രഹം നിന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ഇന്ന് ഈ സൂമിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന ഓരോ മക്കളോട് ഞാൻ പ്രവചനാത്മാവിലൊരു കാര്യം പറയാം. ചിലര് ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടോ, നീ അവിടെ ഇരിക്കാനും നിന്നെ അവിടെ ഒതുക്കാനും. പക്ഷെ അവർ കാണുക നിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പരിശുദ്ധാത്മാവ് സെറ്റാക്കുക. ഇന്ന് രാവിലെ ഈ പ്രഭാത സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം. പക്ഷെ ഈ ടൈം ദൈവാത്മാവിന്റെ പാദപീഠത്തിലിരിക്കുന്ന പ്രിയ മക്കളോടും പ്രിയ സഹോദരിമാരോടും പ്രവചനാത്മാവിൽ ഞാൻ പറയുന്നു, ചിലര് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സുഗന്ധവർഗങ്ങൾ അത് പാഴായി പോകാൻ പോകും. നിന്നെ പൂശാൻ മരണത്തിന്റെ ഗന്ധങ്ങൾ അകന്നു മാറിപ്പോകുന്നു എന്ന് ആത്മാവിനോട് പറയുക. യേശുവിന്റെ നാമത്തിൽ ഈ ആ കല്ലറയ്ക്കകത്ത് ഒതുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ വേറെ ആരുമല്ല, നിന്റെ കൂട്ടത്തിലുള്ളവരെ തന്നെ ആഗ്രഹിക്കും. ഞാൻ മനസ്സിലാക്കുന്ന യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പീലാത്തോസിനും പടയാളികൾക്കും നല്ല ബോധ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇവന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ കല്ലറ എന്തോ ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ചങ്ങലയൊക്കെ ഇട്ട് കൂട്ടി. കാരണം ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്കറിയാം. എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെക്കാൾ നമ്മുടെ പവർ എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ശത്രുക്കൾക്ക്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും നീ കല്ലറയ്ക്കകത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അവരുടെ നടുവിൽ ഒരു അത്യന്ത ശക്തി അവിടെ ഇറങ്ങുക. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഈ ശനിയാഴ്ച ദിവസം ആർക്കൊക്കെയോ വേണ്ടി മനുഷ്യർ ഒരുക്കി വെച്ചിരിക്കുന്ന ചില ലോകത്തിന് അതൊരു പക്ഷെ നന്മയായിട്ട് തോന്നും, പക്ഷെ അതിനെ ഒതുക്കാനുള്ള ഒരു കാര്യമാണ്. അതിനെ പൊളിക്കുന്ന
ഒരു ദിവസമാക്കി പരിശുദ്ധാത്മാവ് ഈ ശനിയാഴ്ച ദിവസത്തെ തീർക്കാം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ജീസസിനെ യെസ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മക്കളുടെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ വേർപെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കർത്താവ് അത് റീജോയിൻ ചെയ്യിക്കുന്നത് ആത്മാവിനോട് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു ജോയിൻ ആയിട്ട് ഒരു 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 നല്ല സ്നേഹ ബന്ധത്തിൽ പോകാതെ വണ്ണം എപ്പോഴും അസ്വസ്ഥതകൾ ഇടുന്ന ഒരു കുടുംബത്തെ പരിശുദ്ധാത്മാവിനെ കാണിക്കും. യേശുവിന്റെ നാമത്തിൽ മനുഷ്യർ ഒരുക്കി വെച്ചിരിക്കുന്ന സകല സുഗന്ധ വർഗങ്ങളും അത് മാറിപ്പോകട്ടെ. ദൈവാത്മാവിന്റെ ഉദ്ദേശങ്ങൾ സംഭവിക്കട്ടെ. ദൈവാത്മാവിന്റെ ഉദ്ദേശങ്ങൾ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സഹോദരിമാരെന്തോ ചെയ്തു പറഞ്ഞേ, അവരെ കണ്ടില്ലെന്ന് എഴുതി അവര് വീണ്ടും കല്ലറയ്ക്കകത്തോട്ട് കയറി. കർത്താവിനെ കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്ന എന്താ? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മളായിരുന്നു എന്തോ ചെയ്തേ? ദൂതൻ പറയുകയാണ് അവൻ ഇവിടെ ഇല്ല. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവം സെറ്റാക്കിയിരിക്കുക എന്ന് നമ്മളോട് ദൈവാത്മാവ് പറഞ്ഞാലും നമ്മൾ വീണ്ടും ഒരു 3 ദിവസം കല്ലറയുടെ മുന്നിൽ ഉപവസിച്ചേരും. ഞങ്ങൾക്ക് അത്ര ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാം? എന്തോ ഫാസ്റ്റിംഗ്. ഞാൻ ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയത് യേശുവിന് ഉപവാസം കഴിഞ്ഞപ്പോൾ വിശന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഉപവസിച്ചപ്പോൾ വിശന്നൊന്നുമില്ല. ഉപവാസത്തിന് ഊന്ന് കേൾക്കുമ്പോഴേ നമുക്ക് വിശക്കാൻ തുടങ്ങും. ഈ വിശപ്പ് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകണം. ഒരിക്കൽ ഞാൻ ലൈസൻസ് എടുക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ പണ്ട് ടെസ്റ്റ് അപ്പം എൻ്റെ വീട് അടൂര്. ഈ പഴവളം ഭാഗത്തോട്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് അപ്പൊ നമ്മുടെ കൂടെ വെഹിക്കിൾ ഇരിപ്പുണ്ട്. അപ്പൊ ഏകദേശം ഒരു 1 മണി 1:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ ബാക്കിൽ 2 സിസ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ ഈ വെഹിക്കിൾ നമ്മളോട് ചോദിക്കും, ഇപ്പൊ കണ്ട ബോർഡ് ഏതാ, സൈൻ ബോർഡ് ഏതാന്ന് ചോദിക്കും. വണ്ടി ഓടിച്ചോണ്ട് പോകും. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പറഞ്ഞു ഇപ്പൊ കണ്ട ബോർഡ് ഇതാ. അപ്പൊ പെട്ടെന്ന് ഈ വെഹിക്കിൾ പുറകിലുള്ള ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി, ആ ഗീത പറയും ഇപ്പൊ കണ്ട ബോർഡ് ഏതാ. അപ്പൊ അവര് 2 മണിയായി. അവര് പെട്ടെന്ന് നോക്കിയിട്ട് സാറിനോട് പറയും, സാറേ ഇപ്പൊ കണ്ട ബോർഡ് ഊണ് റെഡിയായെന്നുള്ളതല്ലേ. അവര് വെപ്രാളപ്പെട്ട് വിശന്ന് അവരുടെ കണ്ണുപോയ ബിരിയാണി ഹോട്ടലിൽ നമ്മൾ കാണുമല്ലോ, മീൽസ് റെഡി, ബിരിയാണി റെഡി എന്നൊക്കെയുള്ള ബോർഡ്. അവരുടെ കണ്ണിൽ അതാ പെട്ടത്. സൈൻ ടെസ്റ്റ് ആണെന്നുള്ളത് നോക്കിയൊന്നുമില്ല. അപ്പൊ ചിലർക്ക് വിശപ്പ് ഭയങ്കര. ഇഡലിയും കാപ്പിയും കുടിക്കാൻ തന്നെ കോട്ടേജ് മീറ്റിന് പോകുന്നവരുണ്ട്, എനിക്കറിയാം. അപ്പം ഇവരവിടെ യേശുവിനെ അവിടെ കണ്ടില്ല. കല്ലറയ്ക്കകത്ത് യേശുവിനെ കണ്ടില്ല. അപ്പൊ ദൂതൻ പറയുകയാണ് അവൻ ഇവിടെ ഇല്ല. എന്നിട്ട് ദൂതൻ അവരോട് പറയാണ്, അവൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, മുമ്പേ അവൻ ഗലീലായിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പിന്നെ കർത്താവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. ഇന്നത്തെ സന്ദേശം അതാ, നിങ്ങളോട് മുന്നമേ പറഞ്ഞിട്ടില്ലേ. ഒരു പ്രവാചകനിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒരു ദർശനത്തിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ.
ഒരു വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ കർത്താവിനോട് പറഞ്ഞ, ഓർക്കുന്ന ദൈവം നമ്മുടെ ദൈവം, മറന്നു പോകാത്ത ദൈവം. ഉൽപ്പത്തി പുസ്തകത്തിനാണ് നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം നോഹയും നോഹയും ആർക്ക് പറയാം? ആർക്ക് പറയാം? കേൾക്കുന്നില്ലേ? നോഹയും ബാക്കി പറ. ആ ഗേളി എന്ന് പറയുന്ന ആ ആന്റി പറ. അയക്ക് അൺമ്യൂട്ട് ആക്കി പറഞ്ഞു. പറ്റുന്നില്ലെന്ന്. ആർക്ക് പറയാം? നോഹയും അതാണ്ട റീന ജോർജ് അമ്മച്ചി പറഞ്ഞു, ആന്റി പറഞ്ഞു. ഓർത്തു. നോഹയും പെട്ടകത്തെ ഓർത്തു. നോഹയും അവനോട് കൂടെ ഉള്ളത്. അത് പറ. അവനോട് കൂടെ ഉള്ളതിനെ, മൃഗങ്ങളെയും. എടാ, അവന്റെ കൂടെ എന്തൊക്കെ ഉണ്ടോ അതിനെ മുഴുവൻ ദൈവം ഓർത്തെന്ന്. എടാ, എന്തൊരു ദൈവമാണ് ഇത്! ഞാനിങ്ങനെ ഇന്ന് രാവിലെ നോഹയെ ഓർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ച പുള്ളി എപ്പോഴെങ്കിലും ഇടയ്ക്കെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടായിരിക്കും, ദശാംശം കൊടുക്കാറുണ്ടായിരിക്കും. എടാ, മൂക്കമുട്ട തിന്നോണ്ടിരിക്കുന്ന ജിറാഫിനെ, ആ പുലിയെയും വരയം പുലിയെയും മൃഗങ്ങളെയും ഇഴജന്തുവിനെയൊക്കെ ദൈവം ഓർത്തെന്ന്. കാരണം എന്താ? കൃപ കൂടുള്ളവന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിന്നെയും കൂടെ ദൈവം ഒരു പ്രൊട്ടക്ഷൻ തരും. അതെന്നെ ഭയങ്കര ചിന്തിപ്പിച്ചു ഇന്ന് രാവിലെ. അതുകൊണ്ടാണ് പൗലോസിനോട് കർത്താവ് പറയാ, പൗലൂസേ, നിനക്കോ നിന്നോടുകൂടെ പ്രയാണം ചെയ്യുന്നവർക്കോ തലയിലെ ഒരു രോമം പോലും താഴെ പോകുകയില്ല. അവരെല്ലാവരും പ്രാർത്ഥിച്ചോണ്ടൊന്നുമല്ല, വിളി നിന്റെ മേലുള്ളത് കൊണ്ട്, നിന്റെ മേൽ നിയോഗം ഉള്ളത് കൊണ്ട്, നിന്റെ കൂടെ ഉള്ളവർക്ക് യാതൊരു ഹാനിയും വരികയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ആ വീട്ടിലുള്ളത് കൊണ്ട് നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരൊരു പക്ഷെ നിന്നേക്കാൾ പ്രാർത്ഥന വീരന്മാരിലായിരിക്കും, കുറവായിരിക്കും അവർക്ക് പ്രാർത്ഥന, അവർക്ക് വലിയ വചന പഠനമില്ലായിരിക്കും, അവരൊരു പക്ഷെ പിന്മാറ്റാവസ്ഥയിലായിരിക്കും പൊക്കോണ്ടിരിക്കും. ഈവൻ അവൻ അങ്ങനെ പൊക്കോണ്ടിരുന്നാലും നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവം അവനെയും കൂടെ കാക്കും. ദൈവത്തിനൊരു പ്രോട്ടോക്കോൾ, ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. നോഹയും അവനോട് കൂടെ ഉള്ളതിനെ മുഴുവൻ ദൈവം ഓർത്തു. ദൈവം ഈ വർഷം നിങ്ങളോട് പറഞ്ഞ ദൂതുകളെ ഓർത്തെടുക്കുന്ന വർഷമാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ചിലർക്ക് വേണ്ടി ദൈവം ചില പ്രോമിസുകളെ ദൈവം ഓർത്തെടുക്കാൻ പോവുകയാണ്. പ്രവചിച്ച പ്രവാചകം മറന്നുപോകും ചില കാര്യങ്ങൾ. പ്രവചനം കേട്ടാൽ നമ്മൾ മറക്കും, പക്ഷെ ദൈവം ഒരിക്കലും മറക്കത്തില്ല. താൻ പറഞ്ഞ വാക്തത്വങ്ങളെ ദൈവം മറക്കത്തില്ല. ഓ ജീസസ്! ചിലർക്ക് വേണ്ടി ചില ഷിഫ്റ്റിങ്ങൾ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോയി, ചില മൈഗ്രേഷനുകൾ ദൈവാത്മാവ് ഒരുക്കാൻ പോകുകയാണ്, ചില യാത്രകൾ ദൈവാത്മാവ് ഒരുക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ അനു എന്ന് പറയുന്ന ഡിവൈസ് ഏതെങ്കിലും അങ്ങനെ യാത്രയ്ക്ക് പോലും ഒരുങ്ങിയിരിക്കുകയാണോ? അനു, മൈക്ക് അൺമ്യൂട്ട് ആക്കണേ. ആണെങ്കിൽ കൈ പൊക്കിയാൽ മതി, റൈസ് ഹാൻഡ് ചെയ്താൽ മതി. ദൈവം നിന്നെ ഒരു ഷിഫ്റ്റിംഗ് പരിശുദ്ധാത്മാവ് നിനക്ക് ഒരുക്കാൻ പോവാ.
യേശുവിന്റെ നാമത്തിൽ അറാധാര ഹർഷസ്യാന്ധര ജലസ്മിതി 2018 എന്ന് പറയുന്നൊരു വർഷം എന്നെ പരിശുദ്ധമാ കാണിക്കുന്നു. ആ വർഷവുമായി ബന്ധപ്പെട്ട് എന്തോ വലിയ ലോസുകൾ നിന്റെ ലൈഫിൽ സംഭവിച്ച വർഷം. പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ ചില വാക്തത്വങ്ങളെ ഓർത്തെടുത്ത് നിനക്ക് വലിയ വഴി ദൈവാത്മാവ് ഈ 25 ഒരുക്കാൻ പോവുകയാണ്. വേഗത്തിൽ അതിന്റെ ദൂതന്മാർ ചാർജ് ചെയ്ത് നിൽക്കും. ദൂതന്മാർ നിന്നോട് പറയാണ്, അവൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? യെസ്, സഹോദരിമാരോട് ആ കല്ലറയ്ക്കൽ വാതിൽക്കൽ നിന്ന് ദൂതൻ എപ്രകാരമാണോ മറിയോടും ആ സഹോദരിമാരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകളെ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഓർത്തെടുക്കുക. ആമേൻ. ഇനി അതിന്റെ 8-9 വാക്യങ്ങളൊന്ന് വായിച്ചേ. യെസ്. അവർ അവന്റെ വാക്ക് ഓർത്തു, ആ കല്ലറ വിട്ട് മടങ്ങിപ്പോയി. നിർത്തി വായിക്കണേ. അവർ എന്തോ ചെയ്തു? അവന്റെ വാക്ക് ഓർത്തു. എല്ലാവരും പറയുന്നതൊക്കെ ഓർത്തോണ്ടിരിക്കാതെ യേശു പറഞ്ഞത് ഓർക്ക. നമ്മളാണെങ്കിൽ നമുക്കെതിരെ പറഞ്ഞവരുടെ കാര്യം ഏറ്റവും കൂടുതൽ ഓർത്തോണ്ടിരിക്കുന്നു. യേശു നിന്നുകൊണ്ട് കൈ തൊഴുത് പറയേ, ഞാൻ പറഞ്ഞത് വല്ല ഓർക്കുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? അവൻ വന്ന യേശു പറഞ്ഞത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പൊ തലയിലോട്ട് കൈ വെച്ചല്ലാരും എന്നിട്ട് പറഞ്ഞേ, യേശു പറഞ്ഞത് ഓർക്കാൻ പറ, നിന്നെ കൈവിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യെസ്, അവനിൽ എത്ര വാക്തത്വങ്ങളുണ്ടോ അവനിലെല്ലാം ഊവെന്നുള്ള വാക്തത്വങ്ങൾ അതൊക്കെ ഓർക്ക്. ഞാൻ വലിയൊരു ദൈവസാന്നിധ്യം അനുഭവിക്കും. ദൈവാത്മാവ് പറഞ്ഞ ചിലരെ ഓർക്ക്. യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ വാക്കുകളല്ല നീ ഓർത്തെടുക്കേണ്ടത്. നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ വാക്കുകളല്ല നീ ഓർക്കേണ്ടത്. യെസ്, എതിരെ എത്ര പേര് നിനക്കെതിരെ പാളയമിറങ്ങിയാലും സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം നീ സമഭൂമിയായി തീരുമെന്ന് പറഞ്ഞുള്ള വാക്ക് നീ ഓർക്ക്. നിന്റെ വലതുവശത്ത് 1000 പേരും സൂര്യനും ചന്ദ്രനും ഒന്നും നിന്നെ ബാധിക്കത്തില്ല. ആരൊക്കെ നിനക്കെതിരെ വന്നാലും നിന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും എന്ന് പറഞ്ഞ വാക്കുകളെ ഓർക്കുക. ശത്രുക്കൾ മുമ്പാകെ നിനക്ക് മേശ ഒരുക്കുന്നവനാണ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? അവർ അവന്റെ വാക്ക് ഓർത്തു. ഇന്ന് എല്ലാവരും ഇനി യേശുവിന്റെ വാക്ക് ഓർക്കണം. ഇത് ഓർത്തോണ്ട് വേണം ഇന്ന് ഡ്യൂട്ടിക്ക് പോവാൻ. ഓർത്തു. എന്നിട്ട് കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 ഇരുവർ മുതലായ എല്ലാവരുടെയും ഇതൊക്കെ അറിയിച്ചു. എന്നിട്ട് അവരുടെ സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, അവരോട് കൂടിയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. ഇപ്പൊ സഹോദരിമാരായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഏറ്റവും ഇന്ന് ഫുള്ള് സഹോദരിമാരാണ്. ഇപ്പം നിങ്ങൾ കാരണമാണ് ലോകത്തിൽ സകല വിഷയങ്ങളുണ്ടായത്. ഇപ്പം ഇനിയായിട്ട് പറയാ, ഈ പുള്ളി വിളിക്കണ്ടായിരുന്നു. സഹോദരിമാര് കാരണമാണ് പാപം ഉണ്ടായത്. സഹോദരിമാര് കാരണമാണ് വസ്ത്രം ധരിക്കാനുണ്ടായത്. സഹോദരന്മാരുണ്ടായത്. കാരണം എന്താ? ഒരു സ്ത്രീ ഉപായത്താൽ ചതിക്കപ്പെട്ടു സാത്താനിനാൽ. എന്നാൽ ദൈവാത്മാവിന്റെ പ്രത്യേകത കണ്ടു. ഒരു സ്ത്രീയെ പാമ്പ് ഉപായത്താൽ ചതിച്ചപ്പോൾ ഒരു കൂട്ടം സ്ത്രീകളോട് പരിശുദ്ധമ പറയാണ്, നിങ്ങൾ പോയി സഹോദരന്മാരോട് പോയി പറയാൻ.
ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ റിസറക്ഷന്റെ ആദ്യത്തെ ഗുഡ് ന്യൂസ് കിട്ടിയവരാണ് എന്നെ കാണുന്ന പ്രിയ സിസ്റ്റേഴ്സ്. അപ്പോസ്തലന്മാര് പോലും അറിഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടാണ്. കാരണം കർത്താവിന് നന്നായിട്ട് അറിയാം നിങ്ങളെ കൊണ്ട് നന്നായി പറയിക്കാൻ നിങ്ങൾ ബഹുമിടിക്കുകളാണ്. നിങ്ങള് നന്നായി പറയുമെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാതിൽ, പത്രോസിന്റെ കാതിൽ ആദ്യം യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള വർത്തമാനം കൊണ്ട് എത്തിച്ചത് ഒരു സ്ത്രീയാണ്, ജീസസ്. അതുകൊണ്ട് എന്നെ കാണുന്ന ഈ 3 മണിക്ക് ഇപ്പൊ നമ്മൾ കുറച്ചു നേരം അന്യഭാഷയുടെ സ്തോത്രം ചെയ്യാൻ പോയി. ഇതിനകത്ത് വലിയ കൃപാവരങ്ങളുള്ള ശുശ്രൂഷകൾ ജോലിക്കണം. ഇതിനകത്ത് പ്രവചന വരങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ആ ബിജി ആൻഡ് നഥന്യ എന്ന് പറയുന്ന ഡിവൈസിന് മേൽ നിന്റെ മേൽ, ആ സഹോദരി ബിജി ആൻഡ് നഥാന്യ സഹോദരി, നിന്റെ മേൽ ഒരു പ്രോഫറ്റിക്കൽ ഒരു വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. അതിനെ ഇന്ന് പകൽ ജ്വലിപ്പിക്കുക. നീ കണ്ട ദർശനങ്ങൾ ഫുൾഫിൽ ആകാൻ പോവുകയാണ്. ഇതിന്റെ അകത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബീന ഫിലിപ്പ്, നിന്റെ തലമുറകളെ പരിശുദ്ധാത്മാവ്, ഓ നീ ഭയങ്കര വ്യാകുലപ്പെട്ട് വളരെയധികം പ്രാർത്ഥനയോടെ കരയുന്ന, തലമുറകളെ വെച്ച് കരയുന്ന ഒരവസ്ഥ നിനക്കുണ്ട്. ഇത് കർത്താവ് പറയുകയാണ്, നീ അവയെ കർത്താവിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കും. ഇന്ന് തകർന്നു നിൽക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് അവരെ ഹോണർ ചെയ്യുന്ന ദിവസങ്ങളാണ്. ഉറാബ ശന്ധര, നിന്റെ മക്കളെ ഹോവയാൽ ഉപദേശം ലഭിക്കും. അഥര ജലസ്മിയാർത്ഥല റഗന്ധര ധാരികസ്യാംധര ലഗർത്തേരിയ അൽബരെ ശഗസ്യാംധര. യെസ്, ഈ പറഞ്ഞിട്ടും കേൾക്കാൻ വയ്യാത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ അറസ്റ്റിംഗ് പ്രസൻസ് ആ തലമുറകളുടെ മേലിൽ വീഴുന്നു എന്ന് ആത്മാവിനോട് പറയുന്നു. ഊറാബ അഖാശലറബ. എനിക്ക് ഈ പ്രവചനം പറയുമ്പോൾ എനിക്ക് അങ്ങ് ഫ്ലോ ആയിട്ട് അങ്ങ് പോത്തേ ഉള്ളൂ. അതുകൊണ്ട് പ്രവചിക്കാം. ഹാലേലൂയ. ഹോളി സ്പിരിറ്റ് പറയുമ്പം ആ രീതിയിൽ പോവാം. എന്നിട്ട് നമുക്ക് വചനമൊക്കെ പറയാം. ഹാലേലൂയ. എല്ലാവരും അന്യഭാഷകൾ. യെസ്. അപ്പൊ ഇതില് ഈ ലൂക്കോസിന്റെ സുവിശേഷം ഇത്ര എഴുതിയിട്ടുള്ളൂ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തില് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അഗ്നലക്കാര്യത്തിൽ മറിയെ എടുത്തെഴുതിയിരിക്കുക. അതാ നമ്മൾ ആദ്യം വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന് 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചെടുക്കാം. യോഹന്നാൻ 20-ന്റെ 1 മുതൽ. യെസ്. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ ആ മദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ കല്ലറയിൽ ചെന്ന് ആ കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ആ അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്ന്, കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അപ്പൊ അറിയുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിസ്തരിക്കുന്നില്ല. അതിന്റെ 11 മുതൽ വേദഭാഗങ്ങൾ വായിച്ചു. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പൊ ഈ കരയുന്നതിനിടയിൽ സഹോദരന്മാര് വന്ന് കേട്ടോടെ, ഈ സഹോദരി പോയി പറഞ്ഞു, അതെ യേശു ഉയർത്തെഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഇവന്മാരെല്ലാം വന്ന് നോക്കിയിട്ട് കർത്താവിനെ കാണാത്തോണ്ട് അവന്മാര് അപ്പൊ യേശു ഇല്ല, എന്നാ പിന്നെ നമുക്ക് പോയേക്കാം, തിരിച്ചുപോയി. പക്ഷെ ഈ സഹോദരിമാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവര് പിടിച്ചെടുക്കാൻ ബഹുമിടുക്കരാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് ഏറ്റവും കൂടുതൽ സഹോദരിമാരാ. ഏറ്റവും കൂടുതൽ ഒരു മീറ്റിംഗിൽ ഇപ്പുറത്തെ സൈഡിൽ സഹോദരിമാരിരിക്കുന്ന സഹോദരിമാര് ഏറ്റവും കൂടുതൽ. കാരണം ഇവരെന്തോ ക്യാച്ച് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് സുറോഫോനിഷക്കാരത്തി ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവമാണ്, അങ്ങ് വന്ന് സൗഖ്യമാകണം. അപ്പൊ യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക്. മിനിയാൻറ്റി ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശീലമല്ല. അതുകൊണ്ട് മകളെ പൊയ്ക്കോളാൻ പറഞ്ഞു. ഈ ആന്റി, ദൈവമേ, എനിക്കെതിരെ യൂട്യൂബർ അളിയന്മാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. യോയൽ ബെറത്ത് എന്ന് പറഞ്ഞ ഒരുത്തിരി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. മീറ്റിങ്ങിന് വിളിച്ചപ്പോ പുള്ളി പട്ടിയെന്നൊക്കെ വിളിച്ചതെന്ന് പറഞ്ഞ് അമാരാദ്യം അത് കേൾക്കാണ്ടിരിക്കുക. പിന്നെ എന്റെ ഫോട്ടോ ഒക്കെ ദൈവമേ അങ്ങനെ വരാതിരിക്കട്ടെ, യേശുവിനെ അത് ക്യാൻസൽ ചെയ്യും. പ്രൈസ്.
നമ്മൾ വഴിയെ പോകുന്നതിനെ കുറിച്ച് നമ്മൾ പോട്ടെ. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു പോകും. നിങ്ങളുടെ പാസ്റ്റർ പറയുക, നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ പറയുക, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് വെച്ചാട്ടെ എന്ന് പറയുമ്പോൾ പാസ്റ്റർ പറയാ ആ പട്ടികൾക്ക് ഇപ്പൊ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ എന്തോ ചെയ്യും? അതേ ഒരു കാര്യം തന്നെ ഈ സ്ത്രീ ചെന്ന് പറഞ്ഞപ്പോ യേശു പറയാ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കത്തില്ല. നിങ്ങളായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അന്നേരം യേശുവിനെ പിരാഗി അവിടുന്ന് പോയേര്. പക്ഷെ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീ അവിടെ നിന്ന് അടുത്ത ഡയലോഗ് അടിക്കുക, ആഹാ യേശു ഇപ്പൊ അത്രയും പറഞ്ഞു, എന്നാ പിന്നെ അതിനപ്പുറം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. അവൾ ഇപ്പുറത്തെ പേജിൽ അങ്ങോട്ട് ആൻസർ പറഞ്ഞു, അതെ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കൾ പട്ടികൾ കഴിക്കൂലേ, നായ്ക്കൾ, അതായി എനിക്ക് കിട്ടിയാൽ മതി. ഓ എന്തൊരു വലിയ ഫെയ്ത്ത് ആണ്. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് വലിയ ഈ റിസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പരിശുദ്ധാത്മാവായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ജീസസ്. നമ്മളിങ്ങനെ വായിക്കുന്ന സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്. ഇസ്രായേലിൽ പോലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഹലോ, ഇസ്രായേലിൽ എത്ര പേര് ജീവിച്ചിരുന്നതാ? ഏലിയാവ് ജീവിച്ചിരുന്നിട്ടുണ്ട്, മോശ ജീവിച്ചിരുന്നിട്ടുണ്ട്, സാറ ജീവിച്ചിരുന്നിട്ടുണ്ട്, ഹന്ന ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കയറി വരിക. എസ്തേർ ഉണ്ട്. കർത്താവ് പറയാണ് ഇവർക്കാർക്കും ഇല്ലാത്ത ഫെയ്ത്ത് വിജാതിയായി നിനക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ സഹോദരി, ഈ മറിയ, ഈ മഗ്ദലക്കാരത്തി മറിയ, യേശു അവിടെ ഇല്ലെന്ന് കരുതി തിരിച്ചോടാൻ നിന്നില്ല. അപ്പോൾ അവിടെ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. വായിക്കാം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കഴുത്തിലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഈ കരയുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ ഉണ്ടാകുക. ഇന്ന് പരിശുദ്ധാത്മാവ് പറയാണ്, നീ ഭാരപ്പെട്ടോണ്ടിരിക്കുന്ന അതിന്റെ നടുവിൽ ഒരു ദൂതന്റെ ഒരു ഇടപെടൽ. എനിക്കറിയാം, ഞാനിത് സിമ്പിളായിട്ടാ ഞാൻ നിങ്ങളോട് വേറൊരു സബ്ജക്ട് സംസാരിക്കാനാണ്. പക്ഷെ രാവിലെ ഇത് അങ്ങോട്ട് തുറന്നപ്പോ നിങ്ങളെല്ലാം കൂടെ കണ്ടപ്പോ ഇതാ പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ട് ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കരഞ്ഞോണ്ടിരിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിന്റെ നടുവിൽ ഒരു ഏഞ്ചലിക്കായിട്ടുള്ള ഒരു എൻകൗണ്ടർ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോവുകയാണ്. കരഞ്ഞോണ്ടിരിക്കുന്നതിനിടയിൽ ഈ സ്ത്രീ കല്ലറയിലേക്ക് നോക്കി വീണ്ടും കരയുക. പക്ഷെ അതിന്റെ ഉത്തരം ഒരു ഏഞ്ചൽ, 2 ഏഞ്ചൽസ് അവിടെ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? നിന്റെ കരച്ചിൽ കണ്ടിട്ട് പലരും മാറിപ്പോവും. പക്ഷെ ദൈവം നിന്നോട് ചോദിക്കും, നീ എന്തിനാ കരയുന്നത്? നിനക്ക് എന്താ ആവശ്യം? ഈ ശനിയാഴ്ച രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ആവശ്യം എന്താ? അവൾ അതിന് ഉത്തരം പറഞ്ഞത്, എന്റെ കർത്താവിനെ എടുത്തോണ്ട് പോയി, അവനെ എവിടെ വെച്ചെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. അപ്പം ഈ ദൂതനോട് പറയാണ് ഇവന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഇത് കഴിഞ്ഞ് ഇവള് പിന്നോക്കം തിരിഞ്ഞപ്പോൾ വായിച്ചേ. യേശു നിൽക്കുന്നത് കണ്ടു. അറിഞ്ഞില്ല. നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് കൂടുതൽ നോക്കി നിന്ന് കരഞ്ഞോണ്ട് നിന്ന് കഴിഞ്ഞാൽ യേശു വന്ന് പിന്നിലേ നിൽക്കത്തുള്ളൂ കേട്ടോ. ഹലോ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് പിന്നെ നമ്മുടെ ലോകം. കർത്താവ് വന്ന് പിറകെ നിൽക്കുക. എപ്പോഴും ഇങ്ങനെ നമ്മുടെ തല. ഇപ്പം നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും തല ഇരിക്കുന്നത് ഇങ്ങനെ. കാരണം എന്താ, എല്ലാവരും മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക.
എല്ലാ തലയും നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ വരും. ഈ 95, 96 കാലഘട്ടത്തിലെ കല്യാണ വീടൊക്കെ ഇങ്ങനെ വരും. ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കാണാറുണ്ട്. കണ്ട ടൈമിൽ ഒരൊറ്റ എണ്ണത്തിന്റെ കയ്യിൽ മൊബൈൽ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഇന്ന് എവിടെ ചെന്നാലും ഇങ്ങനെ തല താഴോട്ട് ഇങ്ങനെ കുനിച്ചിങ്ങനെ ഇരിക്കുക. കയറേണ്ട വണ്ടി അതിന്റെ പാട്ടിന് പോയി, പിന്നെ അടുത്ത വണ്ടിക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പരിശുദ്ധാണെന്ന് പറയാണ്, നിങ്ങളുടെ തല ഒന്ന് തിരിക്കാം പുറകോട്ട്. എല്ലാരും ഇങ്ങനെ തിരിച്ച് തല. തിരിച്ചോ? ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന അങ്ങോട്ടേ നോക്കത്തുള്ളൂ. യേശു പിന്നിൽ വന്ന് നിൽക്കുക. നിന്റെ എന്തിനാണോ നീ കരയുന്നത്, ഏതാണോ നിന്റെ പ്രാർത്ഥനാ വിഷയം, അതിന്റെ പിറകിൽ വന്ന് നിൽക്കുകയാണ്. അത് നിന്റെ അടുത്തുണ്ട്, അത് നിന്റെ അരികിലാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ദൈവം അവരോട് പറഞ്ഞ കനാൻ നാട്ടിലേക്ക് പ്രയാണം ചെയ്യുന്ന ടൈമിൽ അവരുടെ ലൈഫിന്റെ അകത്ത് പല പല ക്ലേശങ്ങൾ വന്നു. അവരൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ വെള്ളം കുടിക്കാതെ വണ്ണം കയ്പായിരുന്നു. അതിനെ മാറാ എന്ന് വിളിച്ചു. എന്നാൽ അതിന്റെ ഡെലിവറൻസ് അങ്ങ് വിദൂരത്തല്ലായിരുന്നു. അതിന്റെ അരികത്ത് ഒരു മരം, ഒരു വൃക്ഷം ദൈവം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ വിടുതൽ, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം വിദൂരത്തല്ല, അതിന്റെ അരികിൽ തന്നെയാണ്. അതിന്റെ അരികിൽ തന്നെയാണ്. യേശുവിനെ കിടത്തിയിരിക്കുന്ന ഈ കല്ലറ, യേശുവിനെ അടക്കം ചെയ്ത കല്ലറ അങ്ങ് ദൂരത്തല്ല. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: യേശുവിനെ ക്രൂശിച്ചെടുത്ത് അടുത്ത് തന്നെ ഒരു തോട്ടവും അതിന്റെ അകത്ത് ആരെയും വെച്ചിട്ടില്ലാത്തൊരു കല്ലറ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെ എവിടെയാണോ ക്രൂശിച്ചത് അവിടെ തന്നെയാണ് നിന്റെ കർത്താവ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എവിടെയാണോ നിന്നെ എന്താണ് അപമാനിച്ചത് അവിടെയാണ് അടുത്ത റിസറക്ഷൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാമോ? അപ്പൊ ഇവിടെ ഈ മറിയ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ എഴുതിയിരിക്കുക, ഉടനെ വായിച്ചേ. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട്. അല്ല, അതിന് തൊട്ടു മുന്നേ നിൽക്കുന്നത് കണ്ട് യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട് സ്ത്രീയെ, നീ കരയുന്നതുണ്ട്. ഈ ദൂതൻ ചോദിച്ചത് മറിയയുടെ അടുക്കൽ കരയുന്നത് എന്തിനാന്ന. യേശുവും ചോദിക്കുന്നത്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്. നിങ്ങളോടെല്ലാം പരിശുദ്ധാത്മ ചോദിക്കുക, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഇവിടെ കരയുന്നത് യേശുവിനെ കാണാത്തോണ്ടല്ല, അതിന്റെ ഉത്തരം അതിന്റെ മുന്നിൽ വന്ന് നിൽക്കുക. പിന്നെ യേശു ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. നിങ്ങൾ കരയുന്നതിന്റെ ആൻസർ ഉണ്ടല്ലോ, നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പം ഇവള് തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം ഈ സ്ത്രീക്ക് യേശുവിനെ എടുത്തുകൊണ്ട് പോകാനുള്ള കൽപ്പുണ്ട്. നമ്മൾ ചില ഫോമിലാകുമ്പോൾ നമ്മളങ്ങ് പറയുക, ഞാനെല്ലാം ചെയ്തോളാം, അന്ന് നീ ഒന്ന് ചെയ്താട്ടെ. ഞാൻ അവനെ എടുത്തോണ്ട് പോകാം എന്ന് പറഞ്ഞു. ഉടനെ യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ പ്രഭുനി എന്ന് പറഞ്ഞു. മറിയെ എന്ന് ഇവളുടെ മാതാപിതാക്കൾ ഇവളെ വിളിച്ചിട്ടുണ്ടായിരിക്കും. മറിയെ എന്ന് ഇവളുടെ കൂട്ടുകാർ ഇവളെ വിളിച്ചിട്ടുണ്ടായിരിക്കും. മറിയെ എന്ന് ഇവളുടെ നാട്ടുകാർ ഇവളെ വിളിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതുപോലെ വിളിക്കുന്ന വേറൊരുവനില്ല. ഒരാമൻ പറയാമോ? ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവക്കെങ്ങനെ ആ മറിയെ എന്നുള്ള ഒരൊറ്റ വാക്കിൽ എങ്ങനെ പിടികിട്ടി ഇത് ഗുരുവാണ്? എങ്ങനെ പിടികിട്ടി?
ശിഷ്യന്മാർ ഇവളെ മറിയെന്നല്ലേ വിളിക്കുന്നത്. എത്ര പേര് നിന്റെ പേര് ചൊല്ലി വിളിച്ചാലും ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റും. ഓ ജീസസ്. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരുടെ പേര് വിളിച്ച് ദൈവാത്മാവ് ചിലരോട് സംസാരിക്കാൻ പോവുകയാണ്. ആരൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയുന്ന ഓ റബഹത ബാറ ധരാജല അധര ജലാധര സിയാന്ധുരു രേഖാ ധാര ജാല ഹത്തര രവാന ഹത്തരി ൂറബാഖ സത്തര ജലസ്മിയാർത്ഥരി അധര ജഗഥാരിയന്തര റികശ്വസിയാന്ധര. ചിലർ ദൈവാത്മാവിന്റെ ശബ്ദം തിരിച്ചറിയുന്ന നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ ഉണർത്താൻ പോവുകയാണ്. ഓ റബ ഖരാജലാരകശസിയാന്ധര. ചിലരെ പരിശുദ്ധാത്മാവ് ചിലതിന് വേണ്ടി അനോയിന്റ് ചെയ്യുന്നു ആത്മാവ് പറയുന്നു. ഈ ആന്റയുടെ മോളാണോ ഈ ഇരിക്കുന്നത്, കണ്ണാടി വെച്ച്? ആണോ? ഓക്കെ. എനിക്ക് അത് എനിക്ക് ആ ഡിവൈസ് കണ്ടപ്പോൾ മനസ്സിലായി. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു ശുശ്രൂഷകന്റെ ഒരു എന്തോ ഒരു മിനിസ്ട്രിയുമായി പരിശുദ്ധാത്മാവിനെ കണക്ട് ചെയ്യും. നീ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നിന്ന് വർഷിപ്പ് ചെയ്യുന്നതും അങ്ങനത്തെ ചില നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടെത്തിക്കുന്നത് ആത്മാവിനോട് പറയുന്നു. ശകസ്മിയാന്ധര. നിന്നിലൂടെ സ്തുതി സ്തോത്രങ്ങൾ രാജ്യങ്ങൾ കാണാൻ പോകുകയാണ്. ആത്മാവ് സംസാരിക്കുന്നത് ഈ നാളുകളിൽ നീ കേൾക്കാൻ പോവുകയാണ്. നിന്റെ പേർ പലരും വിളിക്കുന്നുണ്ട്, നിന്റെ പേര് പലരും വിളിച്ച് നിന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവിന്റെ ശബ്ദം ഈ ദിവസങ്ങൾ നീ കേൾക്കാൻ പോവുകയാണ്. യേശു എങ്ങനെ മറിയെ വിളിച്ചോ അതുപോലെ നിന്റെ പേർ വിളിച്ച് ആ കർത്താവുമായിട്ടുള്ള അടുത്ത ഇന്റിമസിയിലേക്ക് പരിശുദ്ധാത്മാവിനെ കയറ്റിവിടാൻ പോകുന്ന ആത്മാവ് പറയുന്നു. റേഖാബ ശന്ധരാജല ഈ ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം അതിന്റെ അടുത്താണോ ഈ സുശ്രുതാം? എന്റെ മോള് ബെൽഫാസ്റ്റിലാ. എവിടെ? അൺമ്യൂട്ട് ചെയ്ത് പറയട്ടോ. ആരാണ് ബെൽഫാസ്റ്റ്? എന്റെ മകള് ജൂലി. കർത്താവേ, ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിൽ. അവിടെ ലൈഫിന്റെ അകത്ത് വലിയ തിരിവ് പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. ലൈഫിന്റെ അകത്ത് വലിയ ശൂന്യതകളെല്ലാം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലരെ കർത്താവിന് വേണ്ടി അനോയിന്റ് ചെയ്യുന്നത് എന്നോട് പറയും. ചില മക്കളെ, ചില തലമുറകളെ പരിശുദ്ധാത്മാവ് തന്റെ നിയോഗത്തിന് വേണ്ടി ഓർത്തിരിക്കുന്നു എന്ന് ആത്മാവിനോട് പറയുന്നു. ജീസസ്. ഈ ബെൽഫാസ്റ്റിലുള്ള ഈ മിനിസ്ട്രിയിൽ എന്തെങ്കിലും ആണോ? ഹെവൻലി ഫീസ്റ്റ് ചർച്ചിലത്തെ വർഷിപ്പിനൊക്കെ കയറാറുണ്ട്, അല്ലാതെ ഒന്നും ചെയ്യാറില്ല. വർഷിപ്പിനൊക്കെ കയറാറുണ്ട്. ഓക്കെ. അവിടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് ആ പേര് എന്നെ കാണിച്ചത്. അപ്പം അവളുടെ പേരിൽ വലിയൊരു മിനിസ്ട്രി ഉണ്ടെന്ന് കേട്ടോ ആന്റി മോളോട് പറയണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. അപ്പൊ നമ്മളിങ്ങനെ വായിക്കുന്നു, റെബുനി എന്ന് പറഞ്ഞ അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. ഈ വാക്യം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എന്നെ തൊടരുതെന്ന്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ചിലർക്ക് പിടികിട്ടും ഡു നോട്ട് ഹോൾഡ് ഓൺ ടു മീ എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്തരുത്.
എന്നെ തൊടരുതെന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ യേശുവിനെ തൊട്ട് കഴിഞ്ഞാൽ യേശു അശുദ്ധനാമെന്നുള്ള പേടി കൊണ്ടല്ല. യേശു പറയാ, ആ മോളെ ഞാനിപ്പോ ഇതെല്ലാം കഴുകി വെളുപ്പിച്ചു വന്നിരിക്കുക, നീ ഇപ്പൊ അശുദ്ധമാക്കി തൊട്ട് അശുദ്ധമാക്കരുത്, അതല്ല തൊടരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ഹോൾഡ് ഓൺ ടു മീ, എന്നെ പിടിച്ചു നിർത്തരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയില്ല. അപ്പൊ യേശുവിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പിടിച്ചു നിർത്താൻ പറ്റും. നിന്റെ ആവശ്യബോധത്തിന് മുമ്പിൽ യേശു നിൽക്കും. നിനക്ക് അവനോട് സ്നേഹം ഉണ്ടെങ്കിൽ യേശു നിൽക്കും. വൃദ്ധിമായുടെ കരച്ചിൽ യേശുവിനെ പിടിച്ചു നിർത്തി. ഒരു സ്ത്രീയുടെ സ്നേഹം കർത്താവിനെ പിടിച്ചു നിർത്തി. ഇതെന്നെ കാണുന്ന ഓരോ മക്കളോട് ഞാൻ പറയാം, കർത്താവിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും സ്നേഹത്തിന് മുമ്പിൽ. കർത്താവ് ചിലർക്ക് വേണ്ടി നിൽക്കാൻ പോകുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ എവിടെയാണോ നിന്നെ ക്രൂശിച്ചത് അവിടെ നിനക്ക് ഒരു ഉത്തരം പരിശുദ്ധാത്മാവ് തരാൻ പോകുകയാണ്. ഈ നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യ. എന്റെ മോന് നോർത്ത് ഇന്ത്യയിലുണ്ട്, ഡൽഹിയിൽ. അവിടെ എന്നാ ചെയ്യുക? അവിടെ സുവിശേഷകരായിട്ട് ബന്ധത്തിൽ ചർച്ചിൽ പോയിരിക്കുക. ചർച്ച് മിനിസ്ട്രിക്ക് പോയതാണ്. മിനിസ്ട്രി സൗണ്ട് എഞ്ചിനീയറായിട്ട് ചർച്ചിൽ ചെയ്യുക. കർത്താവ് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവനെ കർത്താവ് ആ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് പരിശുദ്ധാത്മ അയച്ചിരിക്കുകയാണ്. അവന്റെ ജനന സമയം പോലും ദൈവാത്മാവ് അവനെ പ്രൊട്ടക്ഷൻ ചെയ്തവനായിരുന്നു ആത്മാവിനോട് പറയുന്നു. അവനെ തകർത്ത് കളയാൻ പിശാച് നോക്കിയപ്പോൾ ദൈവാത്മാവ് അവനെ കരുതിയതാണെന്ന് ആത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അവനെ കർത്താവ് തന്റെ വയൽ പ്രദേശത്ത് ജീസസ് അവനെ ഉപയോഗിക്കുമെന്ന് കർത്താവ് ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുക. കർത്താവെ പരിശുദ്ധാത്മാവാണല്ലോ വെളിപ്പെടുത്തി നോർത്ത് ഇന്ത്യ. ആ മകനെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവന്റെ ഭാവി മേഖലയിൽ വലിയ വഴിത്തിരിവ് പരിശുദ്ധാത്മ ഒരുക്കുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനോയിന്റ് ചെയ്ത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിന്നെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ കരയുന്നത് എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ ദൈവാത്മാവ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക. വിശ്വസിക്കുന്ന ആമേൻ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറച്ചു നേരം നിങ്ങൾ അന്യഭാഷയിൽ നിന്ന് സ്തോത്രം ചെയ്തോട്ടെ. അന്യഭാഷയിൽ ഇത് ടങ്സ് പ്രയർ ആണല്ലോ. കുറച്ചു നേരം അന്യഭാഷയിൽ റൈ ബാബ ശാന്തര റഗസിയാന്തര റൈ ബാബ ശാന്തരെ റീ ഖബ്രൈഷിയാന്തര ലബ്രന ഖസിയാന്തര അത്തല റഗശസിയാന്തരി ലബ്രന സിയാന്തര അതരിബൽ ഖദരഗ സിയാന്തര സമർത്ഥി റിഗശസിയാന്തര അവാലക സത്തല റഗശസിയാന്തര
Hallelujah. Praise the Lord. ബ്രദറെ unmute ചെയ്യണം. ഈ സൗമ്യ ഡാൽവിൻ എന്ന് പറയുന്ന ഡിവൈസിനോട് കർത്താവ് ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ആത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ചില റിപ്പോർട്ടുകൾ നിനക്ക് അനുകൂലമായി പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു എന്ന് ആത്മാവ് പറയുന്നു. മനുഷ്യൻ എഴുതി വെച്ച ചില റിപ്പോർട്ടുകൾ ദൈവാത്മാവ് കീറിക്കളയും. എന്തോ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട മേഖലയിൽ പരിശുദ്ധാത്മാവ് അവിടെ നിന്നൊരു കോമയിട്ട് അടുത്ത ലെവലിൽ പരിശുദ്ധാത്മാവ് നടത്തുന്നു. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഫാമിലി ലൈഫ് പരിശുദ്ധാത്മാവ് ഭയങ്കര ഷിഫ്റ്റിംഗ് പരിശുദ്ധാത്മാവിനകത്ത് ഒരുക്കുന്നു. സ്പിരിച്വൽ ആയിട്ട് ഒരു വളർച്ച പരിശുദ്ധാത്മാവോട് ഒരുക്കുന്നു. ഒരു ഫ്ലോയിങ്, യെസ്, കെട്ടിക്കിടക്കുന്ന വെള്ളം എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത് അതുപോലൊരു അനുഭവം 25 പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്നുവെന്ന് സൗമ്യയോട് പരിശുദ്ധാത്മ പറയുന്നു. യെസ്, കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകാതെ, എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്, പക്ഷെ അത് ഒഴുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഓ ജീസസ്, 25 ജൂൺ ജൂലൈ മാസവുമായി ഈ മാസങ്ങളുമായി എന്തെങ്കിലും ബന്ധം കണക്ഷൻ വല്ലതും ഉണ്ടോ ലൈഫിന്റെ അകത്ത്? ജൂലൈ ജൂൺ ഇല്ല പാസ്റ്റർ. ആ മാസങ്ങളിൽ 25 ഒരു വലിയ ബ്രേക്ക് ത്രൂ പരിശുദ്ധാത്മാവ് നിനക്ക് ഒരുക്കുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി നീ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അറാസിയാംധര, യെസ്, ദൈവാത്മാവ് ആ മകന്റെ മേൽ, യെസ്, ദൈവാത്മാവിന്റെ ഒരു കരം വരുന്നു എന്ന് ആത്മാവിനോട് പറയുന്നു. നീ പലരോടും പ്രാർത്ഥിച്ചു, പലരോടും നീ പ്രാർത്ഥനാവശ്യം, എന്നാൽ അവയ്ക്കൊന്നും മറുപടി ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഇന്ന് ആത്മാവ് നിന്നോട് പറയുകയാണ്, വലിയൊരു ഉത്തരം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കൈമാറാൻ പോവുകയാണ്. ഒരു ഫ്ലോ ചെയ്യുന്ന ഇയറാക്കി പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ഒരു റിവർ, അത്തരം അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഈ മകൾക്ക് വേണ്ടി ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും അന്യഭാഷകൾ സ്തോത്രം ചെയ്തു. ഞാനിപ്പോ ആദ്യം കയറിയ ടൈമിൽ ഈ ബന്ധം ഇങ്ങനെ വേർപെട്ടു പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ടോ? മക്കളുമായി ബന്ധപ്പെട്ട് ഫാമിലി ലൈഫിനകത്ത് തകർച്ച നിങ്ങൾക്ക് അറിയാവുന്നവരാരെങ്കിലും ആയിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഡിസ്ട്രാക്ഷൻസ് അനുഭവിക്കുന്ന ചില ഫാമിലി ലൈഫിന്റെ അകത്ത് ദൈവത്തിന്റെ കരം വരുന്നു എന്ന് ആത്മാവിനോട് പറയുന്നു. അങ്ങനെയുള്ളവരുണ്ട് പാസ്റ്റർ. ഇതിനകത്ത് തലമുറകളുടെ ജീവിതത്തെ കുറിച്ച് ഡിസ്ട്രാക്ഷൻസ് ഉള്ളവരുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊന്ന് കരം ഉയർത്തിപ്പിടിച്ചേ. അങ്ങനെയുള്ളവര് കര ഉയർത്തിപ്പിടിച്ചോ? അത് പറഞ്ഞ അങ്ങനെ തലമുറയുടെ ഫാമിലി ലൈഫിന്റെ അകത്ത് ഒരു അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന അനുഭവം ഉള്ളവർ കരം ഉയർത്തിപ്പിടിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഈ കരം ഉയർത്തിയ മാതാപിതാക്കളുടെ തലമുറകളുടെ ലൈഫിൽ ഒരു റെസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. കുറെ തല കുനിയാൻ പരിശുദ്ധാത്മാ സമ്മതിക്കരുത്. അതിന്റെ നടുവിൽ എന്തൊക്കെ മാനുഷികമായ ാണോ മാനുഷികമായ പ്രേരണകളാണോ നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. വിട്ടുപോക്കണം.
ഫാമിലി ലൈഫിന്റെ അകത്ത് ഹെൽത്ത് ഉണ്ടാകട്ടെ, ഹെൽത്ത് റിലേഷൻഷിപ്പ് ആയിട്ട് മാറട്ടെ. പിശാചിനെ അറുപ്പാനും മുടിപ്പാനും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് ക്യാൻസൽ ചെയ്യുക. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുക, ഫ്രീ ആകട്ടെ. അബാരഥ രഗശ്യസ്യാന്ത് പൂരാബാഖ സന്ധരാജ ലസ്മിയാർത്ഥ സാജൻ തന്നെ ഒരു പേര് കാണിക്കുന്നു, സാജൻ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വലിയ റിസ്റ്റോറേഷൻ സംഭവിക്കട്ടെ ഇന്ന് രാത്രി. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ ചേർന്ന് ആമേൻ പറയും. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ അറിയാം വലിയ ചലനങ്ങൾ സ്പിരിച്വൽ മേഖലയിൽ നടക്കുകയാണ്. ഓ ഒരു അടുത്ത തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സീസൺ ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഓ റബ ശന്തരാജകേഷസ് അന്തരാജക സത്തുരാജകഠര ആരാധക സപ്തര ചില പ്രോപ്പർട്ടികളുടെ വിൽപ്പന അത് റിലീസാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിനെ തടയുന്ന എല്ലാ മേഖലകളും ഇപ്പോൾ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു വരട്ടെ വഴികൾ. ഉറബ കൽബറാറ്റ സംധരാജലാൻ റേഖെമിയ സത്തുര ലഗർഥ നിഗശസ്യാം അൽഥരെ രഗശസ്യാം ധര ലബർഥേ നിഗശസ്യാം ധര ഓ റബ ശാന്തല രഗശസ്യാം ധര. Oh Jesus, 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 Jesus. എന്തോ ഈ വല്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു വീട്, അത് 2 നിലയാ, പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വീട് അത് വിൽക്കാൻ വിട്ടിരിക്കുകയാണ്. അത് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയെ പരിശുദ്ധാത്മാവിനെ എടുത്ത് കാണിക്കുന്നു. അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ കർത്താവ് അതിന് മേൽ വെക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അനോയിന്റ് ചെയ്യുന്നു. വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ചിലർക്ക് വേണ്ടി US ഓപ്പൺ ആകുന്നു. ചില മക്കൾക്ക് വേണ്ടി അമേരിക്കൻ വിസകൾ ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി ഓപ്പൺ ആക്കുന്നു ആത്മാവ് പറയുന്നു യേശുവിൻ നാമത്തിൽ. പല തവണ ട്രൈ ചെയ്തിട്ട് അതിന് കിട്ടാതിരിക്കുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് റിലീസ് ആകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുമ്പോ കഴിഞ്ഞകാല ജീവിതത്തെ അല്ല കാണേണ്ടത്, യേശു നിൽക്കുന്നത് കാണും. ആത്മാവിൽ തിരിയണം. നമ്മൾ ആത്മാവിലല്ല തിരിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളെ ഉപദ്രവിച്ച കുന്തവും കൊണ്ട് വന്ന് നിൽക്കുന്നത് കാണും. ഇന്നലെ രാവിലെ ഞാൻ 1 ശമൂവേലിന്റെ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ ഈ ദാവീദിന്റെ കയ്യിൽ കിന്നരവും ശൗലിന്റെ കയ്യിൽ കുന്തവും. ഹലോ, ദാവീദ് എവിടെ കിന്നരം വായിച്ച് പാടാൻ തുടങ്ങിയാലും പുള്ളി കുന്തം എടുത്ത് എറിയുക. അപ്പൊ കുന്തം എറിയുന്നവൻ അത് ചെയ്യട്ടെ, നിന്റെ കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് കിന്നരം വായിക്കാൻ. ഞാൻ ചിന്തിക്കുക, ശൗല് കുന്തം എറിയുമ്പോ പിന്നെ ദാവീദ് ഒരു കുന്തം തിരിച്ചങ്ങോട്ട് എറിഞ്ഞായിരുന്നെങ്കിലോ? നിനക്ക് ദൈവം അഭിഷേകം തന്നിരിക്കുകയാണ്. അഭിഷേകം ഇല്ലാത്തവൻ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടും, പക്ഷെ നിനക്കത് ഏക്കത്തില്ല. ശൗലിങ്ങനെ ഉന്നമൊക്കെ വെച്ച് ഇങ്ങനെ എറിഞ്ഞ്, പക്ഷെ ദാവീദിന്റെ തലമുടി പോലും കൊണ്ടില്ല. അതുകൊണ്ടാ നമ്മുടെ JV പീറ്റർ എഴുതിയ പാട്ട്, ഉന്നം വെച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വെച്ച വൈരി ചേർന്ന് പാടാമോ? കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോ കാക്കും കരങ്ങൾ
എന്നെ മൂടി മറച്ചില്ലേ, നീ എന്നെ ചേർന്ന് പാടി. സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ. കുന്തങ്ങൾ എറിയുമ്പോ അവിടെ ഇരുന്ന് നന്ദി പറഞ്ഞോണ്ട്, കർത്താവേ ഒരൊറ്റ കുന്തം പോലും എനിക്കിട്ട് ഏറ്റില്ലല്ലോ. ഞാനൊരു കാര്യം പറയാം, നിനക്ക് ഏൽക്കാത്തത് നിന്റെ കഴിവുകൊണ്ടൊന്നും അല്ല, നിന്റെ മേൽ ദൈവാത്മാവ് പകർന്ന അഭിഷേകമാണ് അതിന് കാരണം. നമ്മുടെ ലൈഫിന്റെ അകത്തൊക്കെ എന്റെയും നിങ്ങളുടെയൊക്കെ ലൈഫിൽ പല പല കുന്തങ്ങൾ വരുത്തില്ലേ? ശരിടാ, എന്തൊക്കെ കാര്യങ്ങൾ. പക്ഷെ അവിടെയൊക്കെ നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത് വേറൊരുവന്റെ കരവാ. നമ്മൾ ദാവീദ് മാറിക്കളഞ്ഞുകൊണ്ടാ, ദാവീദിനെ മാറ്റി കളഞ്ഞതാ ദൈവം. എത്ര പേരത് പറയും, കർത്താവേ അങ്ങില്ലായിരുന്നെങ്കിൽ ഞാൻ ശൂന്യമായി പോയനെ. എത്ര പേര് അത് നന്ദിയോടെ പറയും, അങ്ങില്ലായിരുന്നെങ്കിൽ, അങ്ങ് പകരപ്പെട്ട, അങ്ങ് നൽകിയ അഭിഷേകം ഇല്ലായിരുന്നെങ്കിൽ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകവും നിങ്ങളുടെ മേൽ അതില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ലോകത്തിലില്ലായിരുന്നു. നിങ്ങളെ കർത്താവ് കവർ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ തിരിയുമ്പോൾ ആത്മാവിൽ തിരിയണം. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം, വായിച്ചിട്ട് നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു. സോറി, അതിന്റെ 12 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു. 1:12. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. മതി. എന്നോട് സംസാരിച്ച നാദം എന്ത് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ഇന്നത്തെ ചിന്ത ഇതാ, തിരിയുക. ആമേൻ. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾക്കാൻ ഞാൻ തിരിഞ്ഞു. ആ നാദത്തിന്റെ പ്രത്യേകത ഭയങ്കര മഹാനാദം പുറകിൽ കേട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ഈ നാദം കേൾക്കാൻ നമ്മുടെ കാതൊരുങ്ങിയിരിക്കണം. ഒരാമയും പറഞ്ഞാൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും, അല്ലെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഒരു നാദം പുറപ്പെടുവിച്ചുകൊണ്ടാ വരുന്നത് കർത്താവ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഹോം തിയേറ്ററിനകത്തിട്ട് പാട്ട് കേൾക്കുന്ന പോലുള്ള വോയിസാ ഈ ലോകം മൊത്തം വ്യാപിക്കുക. അങ്ങനല്ല. ആ നാദം വളരെ നമ്മുടെ ഈ ചെവിക്ക് കേൾക്കാൻ ഒക്കത്തില്ല. എന്നെക്കാളും പഠിപ്പൊക്കെ ഉള്ളവരൊക്കെ ഇതിനകത്തുണ്ടല്ലോ. ഈ അൾട്രാ വയലറ്റ് റേസിനെ, ഇൻഫ്രാറെഡ് റേസിനെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. അൾട്രാസൗണ്ട് ഒന്നും നമ്മുടെ ഈ കാതുകൊണ്ട് കേൾക്കാനൊക്കത്തില്ല. കാരണം നമ്മുടെ ഈ കാതിനേക്കാൾ ഉയരത്തിൽ അത് പോകുന്നത്, ഡെസിബിൾ. അത് നമ്മുടെ കാതിന് താങ്ങാൻ കഴിയത്തില്ല. ഇതുപോലെ ഈ നാദം, ദൈവം കൊടുക്കുന്ന നാദം, ദൈവത്തിന്റെ നാദം കേൾക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ ഉണർന്നിരിക്കണം. ചേർന്നൊരാമയം പറഞ്ഞാട്ട്. എന്നോട് സംസാരിച്ച നാഥം എന്തെന്ന് കേൾക്കാൻ ഞാൻ ഇന്ന് തിരിഞ്ഞു. ഇവിടെ യോഹന്നാൻ പത്മോസ് ദ്വീപിലാണ്. അവൻ ആത്മാവിൽ നിറഞ്ഞു. അത്ര ദിവസത്തിൽ എഫെസോസിൽ യോഹന്നാൻ കർത്താവിന്റെ വേല സംബന്ധിച്ച് എഫെസോസിൽ വളരെയധികം മൂപ്പനായി അവിടെ ഇരിക്കുകയാണ്. പൗലൂസിലൂടെ നടന്ന ഉണർവ് എഫെസോസിൽ കത്തി പടർന്നു നിൽക്കുന്ന ടൈമിൽ, യോഹന്നാൻ അവിടുത്തെ പാസ്റ്ററായി നിൽക്കുന്ന ടൈമിലാണ് ഡൊമീഷ്യൻ ചക്രവർത്തി എഫെസോസിൽ നിന്നും യോഹന്നാനെ നാട് കടത്തുന്നത്. അപ്പം എഫെസോസിൽ
ഈ പുള്ളി പ്രശ്നക്കാരനായതുകൊണ്ട് എഫെസോസിൽ നിന്ന് 4 നാട് കടത്തി. യോഹന്നാനെ ഡൊമീഷ്യൻ നാട് കടത്തി. എന്നാൽ പുള്ളി പത്മോസിൽ ആത്മാവിലായപ്പോ അവിടെ എഴുതിയിരിക്കുക, നീ കാണുന്നത് എഴുതുക. എവിടോട്ടാ? എഫെസോസിലോട്ട് മാത്രമല്ല, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സാർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഒരു സ്ഥലത്ത് അവന്റെ വേലയെ തടസ്സപ്പെടുത്താൻ പിശാച് നോക്കിയപ്പം 7 സ്ഥലങ്ങൾക്കുള്ള ദൂത് പരിശുദ്ധം അവന്റെ കയ്യിലോട്ട് കൊടുക്കുക. അപ്പൊ ഒരു സ്ഥലത്തുള്ള നിന്റെ നല്ല അനുഭവത്തെ പിശാച് ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 7 ഭൂഖണ്ഡങ്ങൾ നിനക്ക് വേണ്ടി തുറക്കും. 7 രാജ്യങ്ങൾ നിനക്ക് വേണ്ടി തുറക്കും. 7 സഭകൾ നിനക്ക് വേണ്ടി തുറക്കും. ഒരു സ്ഥലത്തെ വേല നശിപ്പിക്കാൻ പിശാച് ഡൊമൈനിലൂടെ തയ്യാറായപ്പോൾ ഒരു സ്ഥലത്തെ മൂവ് തടയാൻ പിശാച് ഡൊമൈനിലൂടെ തയ്യാറായപ്പോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യോഹന്നാനോട് പറയുക, നിനക്കുള്ള ദൂത്, നീ കാണുന്ന ദൂത് ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ളതല്ല, ഇതര രാജ്യങ്ങളിലേക്ക് നിന്റെ ദൂത്, നീ കാണുന്ന ദൂത്, നീ ആത്മാവിൽ കാണുന്നത് അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ തന്നോട് കേട്ട ശബ്ദം എന്തെന്നറിയാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 7 പൊൻ നിലവിളക്കുകളുടെയും നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്തു പൊൻകച്ച കെട്ടിയവരായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടും. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഓ ജീസസ്, ഇന്ന് എന്നെ ഈ കാണുന്ന ഓരോ ഡിവൈസിനോടും ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ആത്മാവിൽ നിന്ന് നീ തിരിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറിയസ് ക്രൈസ്റ്റിനെ നീ നിന്റെ മുമ്പിൽ കാണാൻ പോകുകയാണ്. അവിടെ നിന്റെ മുമ്പിൽ പ്രശ്നമല്ല, അവിടെ നിന്റെ മുമ്പിൽ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധി അല്ല നീ കാണുന്നത്, ഗ്ലോറിയസ് ക്രൈസ്റ്റ്. മറിയ കണ്ട ക്രൈസ്റ്റിനെ അല്ല, ഇന്ന് രാജാതി രാജാവായി വാഴുന്ന, മഹത്വത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നീ കാണാൻ പോകുകയാണ്. നിനക്കെതിരെ നിന്നവര് അവരുടെ കാര്യങ്ങളൊന്നും ഇനി നീ കാണത്തില്ല. നിനക്ക് ആരാണോ നിന്നെ നാടുകടത്തിയ ഡൊമീഷ്യനാണോ, അവന്റെ പേര് നീ ഇനി കാണില്ല, അവന്റെ മുഖം നീ ഇനി കാണുകയില്ല. ആത്മാവിൽ തിരിഞ്ഞ് നീ നോക്കുമ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവുമായുള്ള യേശുവിനെയാണ് നീ കാണുന്നത്. ഓ ജീസസ്, ഇന്നെത്ര പേര് ഇന്ന് ഈ രാവിലെ സമയം ആത്മാവിൽ തിരിയാൻ നീ തയ്യാറാകുന്നുവോ? ആത്മാവിൽ നിന്റെ ലൈഫിനെ തിരിക്കുക, ചേഞ്ച് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതിൽ നിന്ന് ആത്മാവിൽ നീ തിരിയുക. നിനക്ക് വേണ്ടി പത്രോസ് കാണാത്ത, മറിയ കാണാത്ത, ജീസസ്, പൗലോസ് കാണാത്ത ഒരു ഗ്ലോറിയസ് ക്രൈസ്റ്റ് യോഹന്നാനെ പത്മോസിൽ നിനക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പത്മോസിൽ നിനക്ക് വേണ്ടി ഒരുങ്ങുക. നിന്നെ എവിടേക്കാണോ നാട് കടത്തിയത്, അവിടെ നീ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ആരും കാണാത്ത ഗ്ലോറിയസ് ആയിട്ടുള്ള ക്രൈസ്റ്റിനെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാ ചില വെളിപ്പാടുകൾ ചിലർക്ക് വേണ്ടി ദൈവാത്മാവ് കൈമാറുകയാണ്. ഓ ജീസസ്, നീ നിന്റെ എഴുത്ത് നടത്താൻ, നിന്റെ പ്രസംഗം നടത്താൻ, നിന്റെ പറച്ചിൽ നടത്താൻ, നിന്റെ പ്രാർത്ഥന നടത്താൻ പലരും ഒത്തുകൂടുമ്പോൾ പരിശുദ്ധാത്മ പറയാണ്, this is your time. പരിശുദ്ധാത്മാവിൽ നിന്ന് നീ തിരിയുക. നിനക്ക് വേണ്ടി ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള അനുഭവം 2025 പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. അവിടെ നിന്റെ കൂടെ ആരുമില്ലായിരിക്കും, ആ പത്മോസിൽ നിന്റെ കൂടെ ആരുമില്ലായിരിക്കും. പക്ഷേ ആർക്കും താൻ ഇതുവരെ വെളിപ്പെടുത്താത്ത രീതി പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തുകയാണ്.
Rekama Shasyam Dhara Labrana Syam Thuru Althara Rasha Syam Dhara Raba Baba Ura Baba 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 Baba. Jesus name, Jesus name, Jesus name, Jesus name, Jesus name, Jesus name. എത്ര പേര് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്? ഇപ്പോൾ ഒരു വലിയ സ്പിരിറ്റ് മൂവ് ഇതിനകത്ത് സംഭവിക്കുകയാണ്. ഒരാത്മാവിന്റെ മൂവ് ഇതിനകത്ത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ എഴുത്ത് നടത്തിയ മേഖലയിൽ നിന്ന് പൊട്ടിച്ചു കയറ, നിന്റെ പ്രസംഗം നടത്തിയ, നിന്റെ പ്രവചനം നടത്തിച്ച, ക്യാൻസൽ ചെയ്ത, ഓ ജീസസ്, നിന്റെ കയ്യിൽ നിന്ന് പോയ സകല കൃപാവരങ്ങള് അങ്ങനെ പോകത്തൊന്നുമില്ല, നിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിപ്പോൾ ജ്വലിപ്പിക്കുന്ന ടൈമാണ്. Stir up your gifts right now in Jesus' name. Raja Ragatha Jagate Jagasha Samdara Albetere Manda Hattichas Miandara Raja Ragate Laganda Legashas Yamdara Albara Tala Hasiandoro. Oh, മടങ്ങിപ്പോയല്ല പ്രാർത്ഥന ലൈഫ്, പ്രയർ ലൈഫ്, പരിശുദ്ധാത്മാവിന്ന് പറയാ തിരിയുക യേശുവിന്റെ നാമത്തിൽ. ജീസസ്. ഇന്ന് പരിശുദ്ധാത്മ പറയുകയാണ്, അവൻ അവിടെ എഴുതിയിരിക്കുന്ന അവൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവന്റെ തോളത്ത് തട്ടിയിട്ട് പറയുക, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആൽഫ ഒമേഗ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ലെറ്ററിന്റെ ആദ്യത്തെ അക്ഷരം ആൽഫ, അവസാനത്തെ അക്ഷരം ഒമേഗ. ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഞാനാണ്, ആദ്യനായിരിക്കുന്ന ഞാനാണ്. അതാ പറഞ്ഞതിന്റെ ആശയം. യോഹന്നാനെ, നിന്നെ ഞാൻ സെലക്ട് ചെയ്തത് ഇപ്പോഴൊന്നും അല്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പേ നീ ആ വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ സെലക്ട് ചെയ്തത്. അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരാൻ എനിക്ക് പദ്ധതി ഉണ്ടെങ്കിൽ മുൻപോട്ടുള്ള കാര്യങ്ങൾ ദൈവാത്മാവിന്റെ കരത്തിലാണെന്ന് ആത്മാവ് പറയുന്നു. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ എല്ലാം സുരക്ഷിതനായൊരുവന്റെ കയ്യിലാണ്. സോ ഇന്നത്തെ സന്ദേശം ഇതാ, തിരിയുക. മറിയ തിരിഞ്ഞതുപോലെ, യോഹന്നാൻ ആത്മാവിൽ തിരിഞ്ഞതുപോലെ ചില തിരിവുകൾ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോകുകയാണ്. ജീസസ് നെയിം. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഒരു ലൈഫിനകത്ത് വലിയൊരു ചേഞ്ച് സംഭവിക്കട്ടെ. മറിയ തിരിഞ്ഞതുപോലെ, യോഹന്നാൻ ആത്മാവിൽ തിരിഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, തിരിഞ്ഞപ്പോ അവര് കാറും വണ്ടിയൊന്നും അല്ല കണ്ടത്. ഹലോ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? അടുത്ത വിസ കിട്ടണമെന്ന്. അനു സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് അടുത്ത രാജ്യത്ത് പോകണമെന്ന്, ഇല്ലയോ? തിരിഞ്ഞപ്പോ അതൊന്നും കണ്ടല്ല. തിരിഞ്ഞപ്പോ ഉള്ളി യേശുവാ. ആത്മാവിൽ തിരിയുന്നത് കാറും വണ്ടി കിട്ടാനൊന്നും അല്ല, അതൊക്കെ കിട്ടിക്കോളും. നീ ആത്മാവിൽ തിരിയുമ്പോൾ യേശു മാത്രമായിരിക്കണം നിന്റെ മുൻപിൽ. നിങ്ങൾ ആ രണ്ട് ഭാഗം എടുത്തു നോക്കി. അവളെ എവിടെ? മറിയ തിരിഞ്ഞപ്പം യേശുവിനെ കണ്ടത്, യോഹന്നാൻ തിരിഞ്ഞപ്പോഴും യേശുവിനെ കണ്ടത്. പ്രൈസലോ. വേറെ ആരെയും കണ്ടില്ല. നമുക്കൊന്ന് പറയാം, കർത്താവേ, അങ്ങയുടെ മാർവിൽ ചാരിയിരിക്കാം. ഒന്ന് ചേർന്ന് പാടാമോ? നിന്മാർവോ ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം. യേശുനാഥ, ഇന്നേരം ഞാനാകന്നാലും നീയാകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിക്കുന്നു. ചേർന്ന് പാടാമോ?
എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ആ വാക്ക് ആ വരികൾ നമ്മൾ ആ യേശുവിനെ കാണട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽ ആകാൻ പോകുകയാണ്. നിങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞ എല്ലാ സകല പ്രോഫസികളും വേഗത്തിൽ അത് ഫുൾഫിൽ ആകാൻ പോകുകയാണ്. എല്ലാവരും അന്യഭാഷകൾ സ്തോത്രം ചെയ്യാം. ചില സ്ട്രോങ് ഹോൾഡ്സുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. അവകാശം പറഞ്ഞു നിൽക്കുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ആകാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഫുഡ് കഴിക്കുമ്പോൾ വയറ് ഉയർത്തു വരുന്ന അനുഭവം എനിക്ക് ഇങ്ങനെ ആത്മാവ് കാണിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് കൈ ഉയർത്താം. ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമം കേളി. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലയോട്ട് കൈവച്ചോ ആന്റി. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. തലയിലോട്ട് കൈവച്ചോളാം. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. രോഗാത്മാവെ വിട്ടുപോകും. ഫ്രീ ആകട്ടെ യേശുവിൻ നാമത്തിൽ. ആ അസ്വസ്ഥത വിട്ടുമാറിപ്പോകാൻ കൽപ്പിക്കുക. ഫ്രീ ആകട്ടെ. ഇഷ്ടപ്പിച്ചാതി സൗഖ്യമാകട്ടെ. കർത്താവെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ലൈഫ് വലിയൊരു ചേഞ്ച് ഉണ്ടാകട്ടെ. ഇവർ ആത്മാവിൽ തിരിയട്ടെ. വലിയത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും സമയം നമുക്ക് വേണ്ടി വചന ശുശ്രൂഷ ദൈവത്തിന്റെ ദാസനെ ഞങ്ങളുടെ കരുത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ്, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച പോലെ കർത്താവ്, ഞങ്ങൾ ലോകപ്രകാരം കർത്താവ് പലതിലേക്കും തിരിയുന്നവരായിട്ടല്ലപ്പ കർത്താവ്, ആത്മാവിൽ കർത്താവ് ഞങ്ങൾ തിരിയുന്നവരായി മാറുവാൻ തക്കണം. ചിലതൊക്കെ ആത്മാവിൽ തിരിയുമ്പോൾ കർത്താവ് ഇതുവരെ കാണാത്ത ചിലതൊക്കെ കാണുവാൻ ചില കർത്താവ് പുതിയ നിയോഗങ്ങൾ കർത്താവ് മറിയ തിരിഞ്ഞപ്പോൾ കർത്താവെ അപ്പ യേശു കർത്താവിനെ കണ്ടതുപോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആദ്യമായി കർത്താവ് യേശുവിനെ കാണുവാനുള്ള ഭാഗ്യമൊക്കെ ലഭിച്ചതുപോലെ കർത്താവ് പത്മോസിന്റെ ഏകാന്തതയിൽ കർത്താവ് തള്ളപ്പെട്ട് കിടന്നപ്പോ യോഹന്നാൻ കർത്താവെ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ കർത്താവെ പുതിയ ചില നിയോഗങ്ങളോടുകൂടെ കർത്താവെ നയിക്കപ്പെട്ട് നടത്തപ്പെട്ടതുപോലെ കർത്താവെ അപ്പ ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ തിരിഞ്ഞ് കർത്താവെ ആമേൻ, ആമേൻ, അമ്മേ കർത്താവിനെ ഒന്ന് കാണുവാൻ കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ചതൊന്ന് കർത്താവ് തിരിച്ചറിയുവാൻ തക്കണം. ആമേൻ, സ്തോത്രം. ചില പുതിയ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് മുൻപോട്ട് പോകുവാൻ തക്കണം. സ്വർഗം എല്ലാവരെയും സഹായിക്കേണ്ടനായി പ്രാർത്ഥിക്കുന്നു. അപ്പ ഇന്ന് കടന്നു വന്ന സകല കർത്താവെ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങളുടെ കരുത്തിലേക്ക് ഏൽപ്പി കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം വചനം സംസാരിച്ച കർത്താവ് പ്രവചനാത്മാവിൽ ശുശ്രൂഷ ദൈവത്തിന്റെ ദാസനെ ഞങ്ങളുടെ കരുത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിശക്തമായ ചില ആത്മാവിന്റെ തിരുകർത്ത അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കർത്താവ് സംഭവിക്കേണ്ടതായി വചനം കർത്താവെ അത് തിരുവായത്തുള്ള വാളാണ് കർത്താവ്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ കർത്താവ് അനുഗ്രഹത്തിനും വിടുതലിനും കാരണം കർത്താവ് ഇന്ന് ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായി മാറിയതുപോലെ കർത്താവെ അപ്പാ ദേവദാസന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു തിരിവ് കർത്താവെ അപ്പാ ശുശ്രൂഷ മേഖലയിൽ കർത്താവെ ഒരു തിരിവ് കർത്താവ് സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മ നാമം ചൊല്ലി കർത്താവ് ദേവദാസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പ ആമേൻ, സ്തോത്രം. കർത്താവ് പ്രാർത്ഥന യാചനം കേട്ടിരിക്കാൻ സ്തോത്രം. സകല ദേശത്ത് തനിക്ക് അധികാരമുള്ള പുനർനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരെയും അൺമ്യൂട്ട്